നമസ്കാരം. ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് തമിഴ്നാട്ടിലെ ടി.വി.കെ സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിൻ്റെ ശ്രമങ്ങൾ തടയുമെന്നും തമിഴ്നാട് വ്യക്തമാക്കി. നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് ഈ പ്രസ്താവന. കീഴ്വഴക്കം പിന്തുടർന്നാണ് വിജയ സർക്കാർ നിയമസഭാ നടപടികൾ ആരംഭിച്ചത്. ആദ്യം തമിഴ് തായ്വാഴ്ത്താണ് ആലപിച്ചത്. പിന്നാലെ ദേശീയഗാനം ആലപിച്ചു. വന്ദേമാതരം ആലപിച്ചില്ല. പുതിയ അംഗങ്ങളെ അഭിനന്ദിച്ചാണ് ഗവർണർ പ്രസംഗം ആരംഭിച്ചത്. ടി.വി.കെ ജാതിക്കും മതത്തിനും പണത്തിനും അതീതമായ പാർട്ടിയെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കി. പെരിയാർ, അണ്ണാദുരൈ, അംബേദ്കർ എന്നിവരുടെ പേരുകൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പരാമർശിച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ല. DMK-ക്കെതിരെയും ഗവർണർ വിമർശനം ഉന്നയിച്ചു. മുൻ സർക്കാർ ലഹരിയൊഴുക്ക് തടഞ്ഞില്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർക്കും. കേന്ദ്രത്തിനെതിരായ വിമർശനം ഗവർണർ വായിക്കുകയും ചെയ്തു. ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രവിധത്തെ ബന്ധിപ്പിക്കുന്നത് അംഗീകരിക്കില്ലെന്ന രാഷ്ട്രീയ നയം വിജയ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. യുവതിയുടേത് കൊലപാതകമെന്ന സംശയത്തിലാണ് പോലീസ്. അങ്കണവാടി ജീവനക്കാരനെയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ വണ്ടിപ്പെരിയാർ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. വനമേഖലയിലാണ് അങ്കണവാടി ജീവനക്കാരുടെ മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായതായി പോലീസിന് സംശയമുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കോൺഗ്രസ് നേതാവ് K. സുധാകരൻ നൽകിയ മാനനഷ്ട കേസ് കോടതി തള്ളി. കേസിൽ തെളിവ് നൽകാൻ സുധാകരൻ തുടർച്ചയായി എത്താതിരുന്നതോടെയാണ് ജനപ്രതിനിധികളുടെ കേസ് പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതി കേസ് തള്ളിയത്. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിനെതിരായ പോക്സോ കേസുമായി ബന്ധപ്പെടുത്തിയുള്ള പരാമർശത്തിനെതിരെയാണ് സുധാകരൻ എറണാകുളം CJM കോടതിയിൽ ഹർജി നൽകിയത്. ആലപ്പുഴയിൽ നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ മർദ്ദിച്ച കേസിൽ SIT നൽകിയ അപ്പീലിൽ പ്രതികൾക്ക് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. ആലപ്പുഴ കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാണ് SITയുടെ ആവശ്യം. 10 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഹർജി ഈ മാസം 27-ന് പരിഗണിക്കാൻ കോടതി മാറ്റി. അവയവ കച്ചവടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലും ഇടനിലക്കാരുടെ വീടുകളിലും ED പരിശോധന. തിരുവനന്തപുരം, കോട്ടയം, കൊച്ചി എന്നിവിടങ്ങളിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലും കൊല്ലത്തെ ഇടനിലക്കാരുടെ വീട്ടിലുമാണ് ED റെയ്ഡ് നടക്കുന്നത്. കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിലാണ് പരിശോധന. ബാങ്ക് ഉദ്യോഗസ്ഥരും ED ഉദ്യോഗസ്ഥരോടൊപ്പം പരിശോധനയിൽ പങ്കാളികളായിട്ടുണ്ട്. അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ചെന്ന കേസിലാണ് കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിൽ ED റെയ്ഡ് നടക്കുന്നത്. എന്നാൽ പഴയ ഫയലുകൾ പരിശോധിക്കുക മാത്രമാണ് ED ചെയ്യുന്നതെന്നാണ് സ്വകാര്യ ആശുപത്രികളുടെ വക്താക്കൾ അറിയിച്ചത്. തനിക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തിയെന്ന കേസിൽ ടിനി ടോമിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നടി അൻസിബ ഹസൻ കോടതിയെ സമീപിച്ചു. അൻസിബ നൽകിയ പരാതിയിൽ കടവന്ത്ര പോലീസിന്റെ പ്രാഥമിക അന്വേഷണം നടക്കുന്നതിനിടെയാണ് അൻസിബ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 8ാം നമ്പർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ടിനി ടോം തനിക്കെതിരെ വർഗീയ അധിക്ഷേപം നടത്തിയെന്നും ജിഹാദി എന്ന് വിളിച്ചെന്നുമാണ് അൻസിബയുടെ പരാതി. നാഗ്പൂരിൽ നിർബന്ധിത മതപരിവർത്തന കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുസ്ലിം പണ്ഡിതൻ ഹസ്രത്ത് മൗലാന അറസ്റ്റിൽ. എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഒളിവിൽ പോയ മൗലാനയെക്കുറിച്ച് നാഗ്പൂർ പോലീസിന് രഹസ്യവിവരം ലഭിക്കുകയായിരുന്നു. പഴയ സഹപാഠിയും കൂട്ടാളികളും ചേർന്ന് തന്നെ കൂട്ടബലാത്സംഗം ചെയ്തുവെന്നും ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തുവെന്നും ആഭിചാരക്രിയകൾക്കും നിർബന്ധിത മതപരിവർത്തനത്തിനും ഇരയാക്കിയെന്നും യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. എബോള എന്ന സംശയത്തെ തുടർന്ന് വിദേശ വനിത കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ. സൗത്ത് സുഡാനിൽ നിന്നുള്ള 52 വയസ്സുകാരിയാണ് ചികിത്സയിൽ കഴിയുന്നത്. സൗത്ത് സുഡാനിൽ നിന്ന് ഉഗാണ്ട വഴിയാണ് ഇവർ കൊച്ചി എയർപോർട്ടിലെത്തിയത്. ഛർദി ഉൾപ്പെടെ എബോള രോഗമെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇവർക്കുണ്ട്. ആദ്യം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. പിന്നീട് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അമേരിക്ക ഇറാൻ സമാധാന കരാർ യാഥാർത്ഥ്യമായെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫ്രാൻസിൽ വെച്ച് കരാറിൽ ഒപ്പുവെച്ചെന്നാണ് പ്രതികരണം. ഇതൊരു താൽക്കാലിക ധാരണ മാത്രമാണെന്നും ഇറാൻ കൃത്യമായി പെരുമാറിയില്ലെങ്കിൽ വീണ്ടും ആക്രമണം നടത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പതിഞ്ഞ താളത്തിൽ ആരംഭിച്ച ഗ്രൂപ്പ് എല്ലിലെ മത്സരത്തിൽ ക്രൊയേഷ്യയെ തകർത്ത് ഇംഗ്ലണ്ടിന് ആധികാരിക ജയം. 2-നെതിരെ 4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ തകർത്തത്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോളുമായി തിളങ്ങിയ മത്സരത്തിൽ ജൂഡ് ബെല്ലിംഗാമും മാർക്കസ് റാഷ്ഫോർഡും ഇംഗ്ലണ്ടിനെ ലക്ഷ്യം കണ്ടു. മാർട്ടിൻ ബട്ടൂറിനെയും പീറ്റർ മുസയുമായിരുന്നു ക്രൊയേഷ്യയ്ക്കായി ഗോൾ നേടിയത്. 2026 ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ പനാമയെ ഇഞ്ചുറി ടൈം ഗോളിൽ വീഴ്ത്തി ഗാനയ്ക്ക് നാടകീയ ജയം. കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഗാന പനാമയെ പരാജയപ്പെടുത്തിയത്. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.